അവിടെ രണ്ടു മൂന്ന് തക്കാളി ഇച്ചിരി പഴുത്തു തുടങ്ങി. അത് വലിയ മുഴുത്ത തക്കാളിയാ. ബിഗ് ബോയ് എന്ന് പറഞ്ഞ ഓരോന്നും ഓരോ വെറൈറ്റിയാ. മഞ്ഞൾ എവിടെ? ഇതല്ലേ മഞ്ഞള്. ഈ മഞ്ഞളൊക്കെ വെച്ചാല് ഇതും ഒരു ചീരയല്ലേ ഈ നിക്കുന്ന പച്ചച്ചീര. പച്ചച്ചീര ഇതുണ്ട്, ഇവിടെ ഉണ്ട്. പച്ചച്ചീര ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. തക്കാളിയുടെ കമ്പെടുത്ത് കുത്തിയാ പിടിക്കുവോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ പിടിക്കുന്ന അതിന്റെ സക്കർ എന്ന് പറയും. സക്കർ എടുത്ത് കുത്തണം. ഇതുണ്ടോ? അവിടെ രണ്ടു മൂന്ന് തക്കാളി ഇച്ചിരി പഴുത്തു തുടങ്ങി. അത് വലിയ മുഴുത്ത തക്കാളിയാ. ബിഗ് ബോയ് എന്ന് പറഞ്ഞ ഓരോന്നും ഓരോ വെറൈറ്റിയാ. ഇന്നലെ കണ്ട ഒരു ചെറുത് ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ചെറിയ ടൊമാറ്റോ. അപ്പുറമുണ്ട്. ഇത് നമ്മുടെ അലുവേരയല്ലേ ഈ നട്ടുപിടിച്ചത്? പൈനാപ്പിൾ ആണോ? പൈനാപ്പിൾ നമ്മുടെ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി. ഇഞ്ചി. ഇഞ്ചി ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ഞൾ എവിടെ? ഇതല്ലേ മഞ്ഞള്. ഈ മഞ്ഞളൊക്കെ വെച്ചാല് ഇതും ഒരു ചീരയല്ലേ ഈ നിക്കുന്ന പച്ചച്ചീര. പച്ചച്ചീര. ഇതുണ്ട്, ഇവിടെ ഉണ്ട്. പച്ചച്ചീര ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വെരി ഗുഡ്. ഇതെല്ലാം ഈ ആ തക്കാളിയുടെ നമ്മളൊരു കമ്പെടുത്ത് കുത്തുന്നതാണത്. വേറെ തക്കാളി അല്ല അത്. ഇതുണ്ട്, ഇതേപോലെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് തക്കാളി. ഇതുണ്ടോ? തക്കാളിയുടെ കമ്പെടുത്ത് കുത്തിയാ പിടിക്കുവോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ പിടിക്കുന്ന അതിന്റെ സക്കർ എന്ന് പറയും. സക്കർ എടുത്ത് കുത്തണം. ഇതുണ്ട്, സക്കർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ 45 ഡിഗ്രി പോണത്. ഇത് സക്കറൊക്കെ പോയി ഞങ്ങൾ കുറെ മുളക് കൊണ്ടുപോയി. സഹോദരങ്ങള് ലണ്ടനില്ല, രണ്ടുപേരും. അന്നേരം കഴിഞ്ഞ വർഷം അമ്മ വന്നപ്പോ ഞങ്ങളെല്ലാം. ഇത് കാബേജ് അല്ലേ? ക്യാബേജ്, മുന്തിരി, ഇത് അത് ബന്ദി. ജമന്തി. ജമന്തി. അതെന്താണെന്ന് വെച്ചാൽ ഇത് കീടങ്ങളെ പ്രതിരോധിക്കുക, അതിന് വേണ്ടിട്ട് വെച്ചേക്കണം. ഓക്കെ. അപ്പൊ ഇത് മുന്തിരി. മുന്തിരി കഴിഞ്ഞ വർഷം വെച്ചാ അത്. അതിന്റെ കാലായി വരുന്നേ ഉള്ളൂ. അതിപ്പോ മുന്തിരി. അതെ, മുന്തിരി കാച്ചു കിടക്കുന്നു. ഇത് മൂന്ന് ടൈപ്പാ. മൂന്ന് ടൈപ്പാ. തക്കാളി. തുളസിയല്ല, അത് ബേസിൽ എന്ന് പറയും. ഇതുണ്ടോ? ഇത് പച്ച വഴുതനങ്ങ. ഇത് ഹൂസ്റ്റണിൽ വളരെ റെയറാ. വഴുതനങ്ങ ഉണ്ട്. ഇതുണ്ട്, കാച്ചു കിടക്കുന്നുണ്ടല്ലേ? പച്ച വഴുതനങ്ങ. നാട്ടിലുള്ള പച്ച വഴുത അത് ഇവിടെ ഇല്ല, റെയറാ. നല്ല പന്തലിട്ട് ഇങ്ങനെ നല്ല സെറ്റപ്പാ. ഓക്കെ. ഇത് മൂന്ന് കൂടുതലല്ലേ? ഒന്ന് വെള്ള, ഒന്ന് റോസ്, ഒന്ന് ബ്ലാക്ക്. അപ്പൊ ഇത് പഴുത്ത് വരുമ്പോ ഞാൻ മറന്നു ഏതാ ബ്ലാക്ക് ഏതാ. അതിപ്പോ പഴുത്ത് വരുമ്പോ അറിയാം. കഴിഞ്ഞ വർഷം 50 കിലോ കപ്പ കിട്ടി. 50 കിലോ കിട്ടിയില്ലേ? ഓറഞ്ച്. ഇതോ നാരകോ? ഇത് ഗ്രേപ്പ് ഫ്രൂട്ട്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ കമ്പിളി നാരങ്ങ പോലൊരു സാധനം ഉണ്ടല്ലോ. ഇതെല്ലാം കുറ്റിപ്പയറാ. ഇങ്ങനെ നട്ടേക്കണതാ. ഇത് ആപ്പിള് ഇത് കായ്ച്ചതാ. പക്ഷെ ഇതിനൊരു ചീക്ക് വന്നിട്ട് ഇതങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജൻ വന്നപ്പോ ഒരു ആപ്പിള് കുറച്ച് തിന്ന്. വെണ്ടയ്ക്ക അതൊക്കെ മൂത്ത് പോയി. ഞാനിത് പേരുണ്ടല്ലോ, മുരിങ്ങ ഇതേലെ കാച്ചാർന്നോ? പിന്നെ അത് വെട്ടി കളഞ്ഞു അല്ലേ? വെട്ടി കളയുന്നല്ല, അത് നമ്മള് തണുപ്പ് വരുമ്പോ വെട്ടി നിർത്തുന്ന, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന. അപ്പൊ തണുപ്പ് വരുമ്പോ അവൻ വരും. അല്ലല്ല, ഇത് അനാറാണതല്ലേ? അനാറ് കപ്പളം കായ്ച്ചു, പൂത്തു. അത് ഇത് ഇന്ത്യൻ ജോജോ. ഇതേല് മുള്ളുണ്ട് നമ്മള്. ഇന്ത്യൻ ജോജോബി എന്ന് പറഞ്ഞൊരു കായ. അത് നെല്ലിക്ക. അല്ലല്ല, ഇന്ത്യൻ ജോജോബി എന്ന് പറഞ്ഞൊരു ഇതാ. അതിന് മധുരമുണ്ട്. ഇത് കായ്ച്ചു വരുന്നേ ഉള്ളൂ. ഇന്ത്യൻ അതൊന്നും നമുക്ക് എഡിബിൾ ആണോന്ന് അറിയത്തില്ല. ഇത് കണ്ടോ? അതെ, വാവയ്ക്ക സെന്ററില് ഇതെല്ലാം കൂടിപ്പോയി അങ്ങോട്ട്. ഇതുണ്ട്, ഇത് പൊട്ടറ്റോയാ ഈ നിക്കുന്നതാ. അത് പറിക്കാറായതാ, മാഞ്ഞു. അപ്പൊ വേണമെങ്കിൽ പറിക്കാതെ. ഇതുണ്ട് കുക്കുംബർ. കുക്കുംബർ ഇഷ്ടം പോലെ ഉണ്ട് സാധനം. ഇത് കാബേജ്. വീണ്ടും കാബേജ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കുക്കുംബർ ഉണ്ടായി കിടക്കണ്ടല്ലോ. പറക്കണ്ടോ? അത് ഇന്നുണ്ടാവൂലേ? പിന്നെ ഇത് ഡെയിലി ഉണ്ടാവും. ഇത് ഇന്നലെ അവള് സലാഡ് ഉണ്ടാക്കാനായിട്ട് പറിക്കാം. തക്കാളി. ഇത് ആ പുല്ലൊക്കെ വെട്ടി നിർത്തിയാലേ അതിനൊരു ലുക്കുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് 2-3 ദിവസം ഡ്യൂട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിത് ഈ ആഴ്ച എന്റെ വെട്ടേണ്ട ദിവസമായിരുന്നു. ഇതാണ് തണ്ണിമത്തങ്ങ. ഞാൻ പറഞ്ഞു ഇതും ഉണ്ടായി കിടക്കുന്ന തണ്ണിമത്തങ്ങയാണ്. 3-4 ഉണ്ട്.
ഇത് തണ്ണിമത്തം പടം, കാരണം ഇത് തണ്ണിമത്തം ഉണ്ടാവുമെന്ന് അറിയാൻ അതുകൊണ്ട് ഞാൻ രണ്ടും നിട്ടു. ഒരെണ്ണം പോയാലും ഒരെണ്ണം കിട്ടണമല്ലോ. പക്ഷെ ഇപ്പൊ രണ്ടും കയറി വന്നു. ഇതുണ്ട്, കോവലല്ലേ ഈ നിൽക്കുന്ന? ഇതുണ്ട് പടവലം. ആ പടവലങ്ങയാണല്ലോ ഇത് ഉണ്ടായി വന്നു. പടവലങ്ങ, മഞ്ഞള്, ഇതുണ്ട് മറ്റേ നമ്മള് കാട്ടില് ഈ സാധനം ഓർക്കണ്ടോ, നിത്യവഴുതന. ആ ദൈവമേ, നാട്ടിലിപ്പോ കാണാനില്ലാത്ത സാധനം നിത്യവഴുതന. ഇവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിവുള്ള സാധനം ഇവിടെ തന്നെ കിട്ടും. അറിയുന്നില്ല, ഇവിടെ ഞങ്ങൾ 3-4 വീട്ടിലേക്ക് ഇവിടുന്ന് കൊടുക്കും. ഇതുണ്ടോ പയറ് കണ്ടോ, ഇതുണ്ടോ? 1.5 അടി 2 അടി നീളമുണ്ട്. ഒരു മാറ്. അത്യാവശ്യം തക്കാളി ഒന്നും മേടിക്കേണ്ട സ്ഥിതിയാണല്ലോ. ഇത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ പറിക്കാം. അതൊക്കെ പഠിച്ചു. നമ്മൾ ഇന്നലെ മറ്റേ ഉണ്ടാക്കിയ മലബാർ ചീരയുടെ ഇത് മറ്റേ സ്പിനാച്ച് പോലെ ഉണ്ടോ ഈ ഇല, ഇത് കണ്ടോ? ഇതിങ്ങനെ ഉണ്ടായി വരും. ഇത് ഞാൻ പകുതി പറിച്ചു കളഞ്ഞ. ഇതൊക്കെ ഈ വർഷം ഞാൻ അടിച്ചതല്ലേ. ഇത് മേടിക്കാൻ കിട്ടും അല്ലേ, നെറ്റ് പോലെ. ഇത് ചീനച്ചേമ്പ. ഇത് അപ്പൊ എല്ലാ സാധനവും ഉണ്ട്. സത്യത്തില് ഇപ്പൊ കൃഷിക്കാര് നാട്ടിലില്ലാണ്ടായിട്ട് ഇവിടെ ആയി. ദൈവമേ, ഇനി ഒരു പാളത്തൊപ്പിയും കൂടെ ഷിപ്പുവിന് വെച്ച് കഴിഞ്ഞാൽ